വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മൻ്റെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ്. സോ എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് ഈ വീഡിയോയിൽ അറിയാൻ പറ്റും. ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹോൾ സ്പൈസ് എന്ന് വെച്ചാൽ മൊത്തം സ്പൈസസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പേര് നമ്മളെടുത്ത് പറയില്ല, നിങ്ങളുള്ള സ്പൈസസ് ഇടാം. നമ്മളിലുള്ളതും നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഓണിയനാണ് എന്ന് വെച്ചാൽ ഉള്ളി. ഓണിയൻ്റെ ഒരു ഇതുണ്ട്, മെഷർമെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ വലിയ സൈസാണ്, എപ്പോഴും വലിയ ഉള്ളിയാണ് നമ്മൾ എഗ് ബിരിയാണിക്ക് ഇടുന്നത്. അഥവാ ആ ഉള്ളി കുറച്ചുകൂടെ വലിയ സൈസാണെങ്കിൽ 2 എണ്ണം മതിയാവും. അഥവാ നമുക്ക് ചെറുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇനി നമ്മളൊരു ഗോൾഡൻ ബ്രൗണിഷ് കളറിന് വരുന്നവരെ നന്നായിട്ട് ഇങ്ങനെ വരട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗോൾഡൻ ബ്രൗണിഷ് കളർ വരുന്നത് തന്നെ ഈ ഒരു എഗ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. സോ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകാതെ. അതിൻ്റെ അതിലേക്ക് നമ്മൾ മിൻറ്റ് ലീഫ് ആൻഡ് കൊരിയാണ്ടർ ലീഫാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്ന് വെച്ചാൽ പുതിനയിലും മഞ്ഞയിലും ഇച്ചിരി നമ്മൾ ഇങ്ങനെ കട്ട് അങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഗൈസ്, സൂപ്പറായിട്ടുണ്ടാവും. ആൻഡ് നമ്മൾ ടൊമാറ്റോയ്ക്ക് സെയിം മെഷർമെൻറ്റ് തന്നെയാണ്, ഓണിയനെ പോലെ തന്നെയാണ്. വലുതാണെങ്കിൽ 2 എണ്ണം മതി, ചെറുതാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോൾട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സോയാബീനാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. സോയാബീൻ നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചാൽ സോയാബീൻ റെഡിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു കളറ് ഡിഫറെൻ്റായി. ഇനി നമ്മൾ എല്ലാ സ്പൈസ് എന്ന് വെച്ചാൽ സ്പൈസസ് അല്ല പൗഡർ, എല്ലാ ടൈപ്പ് ഓഫ് പൗഡർ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അങ്ങനെയൊക്കെ എല്ലാം. ഇനി നമ്മൾ കേർഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തൈരും ടേസ്റ്റ് നന്നായിട്ട് കൂട്ടാറുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് റൈസാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഏത് റൈസാണെന്ന് അല്ലേ, ഇതാണ് നമ്മൾ ബാസ്മതി റൈസാണ്. നമ്മളിൽ ഈ റൈസേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കാരണം അരിയും കൂടെ ഇട്ടുകൊണ്ടില്ല, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ അതിലേക്ക് നമ്മൾ നാരങ്ങ നീരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മളിതാ കറി ഇപ്പം തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അങ്ങനെ തന്നെ നമുക്ക് അടച്ച് വെക്കാം. ഗൈസ്, നമ്മൾ ഫൈനലി എഗ് ബിരിയാണി ഈസ് റെഡി. അപ്പോൾ അതിലേക്ക് നമ്മൾ പപ്പടവും സാലഡും കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അത്ര നമ്മൾ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. സൺഡേ ഒക്കെ നിങ്ങൾ ചിക്കൻ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതുണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റാണ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീട്ടിൽ ട്രൈ ചെയ്യാം, മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റു കാണുന്നതായിരിക്കും. ബൈ ബൈ, സീ യു, ടാറ്റാ, ബൈ ബൈ.